വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് പൊന്നപ്പൻ്റെ മുടി വെട്ടാൻ വേണ്ടിയിട്ട് പോവാം. മുടി കുറച്ച് വളർന്നു കിടക്കുമോ, ഇവൻ ഇരിക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും പോയി നോക്കാമെന്ന് വെച്ച് ഞങ്ങൾ 4 പേരും കൂടെ പോകുന്ന കേട്ടോ. അമ്പാടിത്ത് ഫേമസ് ആവെന്ന് പറഞ്ഞിട്ട് അമ്പാടിക്ക് തലവേദനയാന്ന് പറഞ്ഞിട്ട് മുഖം പൊത്തി ഇരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് അഞ്ചല് മിറാക്കിളിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പൊ അവിടെ പോയി പൊന്നപ്പ ഇരിക്കുമോ നോക്കാം. നമുക്ക് എന്നിട്ട് അമ്പാടിക്ക് ബാഗൊക്കെ മേടിക്കണം കേട്ടോ. അമ്പാടി ഒരിടം വരെ പോവുക. എവിടെ അമ്പാടി കോയമ്പത്തൂര് പോകും. അപ്പൊ അവന് കുറച്ച് സാധനങ്ങൾ മേടിക്കണം, ബാഗ് മേടിക്കണം. അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് പർച്ചേസും കൂടെ ഉണ്ട് ഗൈസ്. അങ്ങനെ ഞങ്ങൾ സാധനമൊക്കെ മേടിച്ച് പൊന്നപ്പന് മുടിയൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. അങ്ങനെ നമ്മൾ താണ്ട മിറാക്കിളിലാണ് വന്നത്. അഞ്ചലുള്ള മിറാക്കിൾ സലൂണിലാണ് വന്നത് കേട്ടോ. അന്നേരം പൊന്നപ്പൻ ഇരിക്കോ ഇല്ലെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ഇതിന് മുമ്പ് മുടി വെട്ടാൻ നേരമൊക്കെ ഇവൻ ഭയങ്കര കരച്ചിലായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ കൈയും കാലും തലയൊക്കെ പിടിച്ച് വെച്ചിട്ടാണ് മുടി വെട്ടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇപ്പം ഇരിക്കോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഒന്ന് നോക്കാം. മുടി വളർന്നു കിടക്കുന്ന ഇവന് നന്നായിട്ട് വിയർക്കും. അപ്പോൾ തലയിൽ ഇങ്ങനെ വിയർപ്പ് താഴുന്നതുകൊണ്ട് മുടി നന്നായിട്ടൊന്ന് വെട്ടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ വന്നേ കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, വീഡിയോസൊക്കെ കാണണം കേട്ടോ. അങ്ങനെ നമ്മൾ താണ്ട മുടി വെട്ടാനുള്ള ഇത് തുടങ്ങി. ഇവൻ കരയുമെന്ന് ഞങ്ങൾ വിചാരിച്ചു, പക്ഷേ എന്തായാലും ഇവൻ നന്നായിട്ട് സഹകരിച്ചു കേട്ടോ. തീരുന്ന വരെയും ഒന്നും അനങ്ങിയില്ല, ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല. അവിടെ ഫ്രണ്ടിൽ മിറർ ഉള്ളതുകൊണ്ട് അതിലൊക്കെ നോക്കിയിട്ട് പുള്ളി നല്ല ഇതായിട്ട് തന്നെ ഇരുന്നു. ഏട്ടയുടെ കയ്യിലിരുന്ന്, പിന്നെ ഏട്ടയുടെ കയ്യിലിരിക്കുന്നതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല വൃത്തിക്ക് മുടിയൊക്കെ വെട്ടി കേട്ടോ. നല്ലപോലെ മുടിയൊക്കെ വെട്ടി. പിന്നെ അവൻ്റെ അപ്പൂപ്പന്മാർക്കും അമ്മൂമ്മമാർക്കും ഒന്നും അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അവനെ പറ്റ വെട്ടാൻ എന്തെന്നും ചോദിച്ച് ബഹളമായിരുന്നു. പിന്നെ ഏട്ടയ്ക്ക് ഇങ്ങനെ ഇതേപോലൊക്കെ വെട്ടണം, വേറെ എന്തൊക്കെയോ ആണ് പറഞ്ഞിരുന്നത്. എന്തായാലും ഇങ്ങനെ ഒന്ന് വെട്ടിയെടുക്കാൻ അവൻ സഹകരിച്ചത് തന്നെ വലിയ കാര്യം. അങ്ങനെ ഞങ്ങൾ അതാണ്ട് മുടിയൊക്കെ വെട്ടി കുട്ടപ്പനാക്കിയിട്ട് ഞങ്ങൾ പിന്നെ കടയിലോട്ട് പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അമ്പാടിക്ക് ബാഗ് മേടിക്കാനുണ്ടായിരുന്നു, ട്രാവൽ ബാഗും സൈഡ് ബാഗും മേടിക്കണം. അങ്ങനെ ഞങ്ങൾ ഒരു കടയിൽ കയറി അതും മേടിച്ച് പിന്നെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ എടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ എടുത്തു കേട്ടോ. പിന്നെ ഇപ്പം നല്ല മഴയാണ്, നല്ല കാലാവസ്ഥയൊക്കെ വലിയ മോശമാണ്. ആരും കുളത്തിലും പുഴയിലും വെള്ളത്തിലും ഒന്നും ഇറങ്ങാതിരിക്കാൻ നോക്കണം കേട്ടോ. എന്ന് വെച്ചാൽ ഭയങ്കര അപകടമല്ലേ. അപ്പം എല്ലാവരും അവെയറായിട്ടിരിക്കണം, എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ കണ്ട ഈ ശങ്കരത്തിൽ വന്ന്, അഞ്ചൽ തന്നെയാണ്, ശങ്കരത്തിൽ വന്ന് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും അമ്പാടിക്ക് എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്തിട്ട് കുറച്ച് നേരം ഞങ്ങൾ അവിടെയൊക്കെ നിന്ന്. പിന്നെ എനിക്ക് 1-2 സാധനങ്ങളൊക്കെ മേടിക്കായിരുന്നു. അതൊക്കെ ഞങ്ങൾ മേടിച്ചിട്ട് നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി കേട്ടോ. അഞ്ചൽ ബൈപ്പാസിലുള്ള തായിഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ പോയത് കേട്ടോ. നമ്മൾ അവിടുന്ന് കാന്താരി അൽഫാമും ലൈമും ആണ് കഴിച്ചത്. പൊന്നപ്പൻ ലൈമൊക്കെ കുടിച്ച് കുറച്ച് കുബൂസും കാര്യങ്ങളൊക്കെ കഴിച്ചതേ ഉള്ളൂ കേട്ടോ. പുറത്ത് വന്നാൽ പുള്ളി കഴിക്കാൻ കുറച്ച് പാടാണ്, വീട്ടിലെ കണക്ക് കഴിക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് എന്നിട്ട് അപ്പോഴും ഞങ്ങൾ ഇറങ്ങി കേട്ടോ. കാര്യം അന്നേരം തന്നെ സമയം കുറച്ചായിട്ടുണ്ടായിരുന്നു, ഒരു 10 മണിയൊക്കെ ആയായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ ദാണ്ട അവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നേക്ക്. ടാറ്റാ, ബൈ ബൈ, സീ യു.